ഇത് കണ്ടില്ലേ വേര്, ഇതാണ് വേര് എന്ന് പറയുന്ന സംഭവം. ഈ വേരില്ലേ ഡാമേജ് എന്ന് പറയുന്ന സാധനം ആകാൻ പാടില്ല. പിന്നെ തീറ്റ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ ഇവിടെ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കും. തീറ്റ അതിൻ്റെ 4 സൈഡ് നിന്നല്ലേ വേരുകൾ കണ്ടില്ലേ, ഇതാ അടിയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പുല്ല് നമ്മൾ മാക്സിമം മാറ്റിയിട്ട് തന്നെ വെട്ടണം. ഇതാ ഈ വൈറ്റ് കളറൊക്കെ വാഴൻ്റെ വേരുകളാണ്. വാഴ നിൽക്കുന്ന ഒരു 1.5 മീറ്റർ അപ്പുറത്താണ്. പക്ഷെ വേര് ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. സൂര്യ ഫാമിലേക്ക് വെൽക്കം. ഇപ്പോൾ പയറും പുല്ലും എല്ലാം വന്നിട്ട് നല്ലോണം വന്നിരിക്കുന്നതുകൊണ്ട് പുല്ല് നല്ല 1.5 അടി ഹൈറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞതും കൂലിക്കാരെ വിളിച്ചിട്ട് വളമെല്ലാം വന്ന് കറക്റ്റായിട്ട് ഒരു 3 അടി ഡിസ്റ്റൻസിൽ വന്നിട്ട് ഇപ്പോൾ വേരെല്ലാം വന്നിട്ട് ഇതിൻ്റെ എൻഡിലെത്തി 2.5 അടിയോളം വേരെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പുല്ല് വെട്ടി മാറ്റിയിട്ട് മിഷ്യൻ വെച്ച് വെട്ടി മാറ്റിയിട്ട് വളം, കാലിവളം, പിന്നെ വന്നിട്ട് ജൈവവളം, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത്തിരി പൊട്ടാഷ്യം കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ 4 സൈഡും നല്ലോണം ഒന്ന് ഇടും. ഒരു 2 കൊട്ട വെച്ചിട്ട് ഒരു 20 കിലോ വെച്ചിട്ട് ഓരോ കൂപ്പിൻ്റെ 4 സൈഡും ഇട്ടിട്ട് വെട്ടി മണ്ണ് നമ്മുടെ മമ്മൂട്ടിയും കൊണ്ട് വെട്ടി 4 സൈഡും പൊതിയും. അപ്പോൾ ഇനി ഫ്രഷ് വേരുകൾ ഇങ്ങോട്ട് 3 മീറ്റർ 2 മീറ്റർ 2.5 മീറ്റർ 3 മീറ്ററോളം അത് വളം എടുക്കാൻ വേണ്ടി 4 സൈഡും കിടന്ന് തിരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് വളം നല്ലോണം എടുക്കും. വാഴ നല്ല ഗ്രോത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുല്ല് വെട്ടാൻ വേണ്ടി നമ്മൾ തന്നെയാണ്, ഓണർ തന്നെയാണ്, നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പുല്ല് വെട്ടുന്നുണ്ട്. വെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് വേര് മേലെ ഉണ്ട് പറഞ്ഞാൽ പുല്ല് 1 ഇഞ്ച് വിട്ടിട്ട് 1 ഇഞ്ച് മാത്രമാണ് നിലത്തുനിന്ന് വിട്ടിട്ട് നമ്മൾ അതിന് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ മണ്ണോട് കൂടി ചേർത്തിട്ട് ബ്ലേഡിൻ്റെ അംശങ്ങൾ മുട്ടി പറഞ്ഞ് വേര് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ നല്ല കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഇതിനെ വെട്ടിമാറ്റണം. അതാണ് മെയിൻ പണി. ഓക്കെ. അപ്പോൾ ഈ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തിരി സ്റ്റാമിന വേണമെന്നുള്ളൂ. ജയ് ജവാൻ ജയ് കിസാൻ. ഓക്കെ. ഇതുപോലുള്ള പുല്ലെല്ലാം വളർന്നു നിൽക്കുക. അതുകൊണ്ട് കാട് മൊത്തം പയർ ചെടി കാടാണ്. അപ്പോൾ ഈ പയർ ഓണത്തിന് വലിക്കും. അപ്പോൾ ഈ പയർ ഇല്ലാത്തവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പുല്ല് വന്നിട്ട് വെട്ടിയപ്പോൾ ഈ രീതിയായി. ഓക്കെ, ഈ രീതി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നതുകൊണ്ട് അവർ വേരെല്ലാം നല്ലോണം കൊണ്ട് പടണം. നല്ല മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇതിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പോകുന്നത്.